2023 നീറ്റ് എൻട്രൻസ് എക്സാമിൽ മികച്ച വിജയമാണ് ബെർലിനിൽ പഠിച്ച ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി നമ്മുടെ ബ്രില്യൻ ഫാമിലിയിലേക്ക്, ബ്രില്യൻ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ ദാ ഇന്ന് ചേർത്തലയിൽ നിന്നും ഒരു കുടുംബം വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻറ്റിലെ ആ ഒരു നാളുകളും ബ്രില്യൻ ടീമിൻ്റെ സപ്പോർട്ടും ഒക്കെ കാരണം വിദ്യാർത്ഥി നേടിയെടുത്തിരിക്കുന്ന സ്കോർ, ശ്രീശാന്ത് എന്താണ് വിദ്യാർത്ഥിയുടെ പേര്, നേടിയെടുത്തിരിക്കുന്ന സ്കോർ എത്രയായിരുന്നു മോൻ? എൻ്റെ 635 നീറ്റ് 2023 എക്സാമിൽ ഈ വിദ്യാർത്ഥി സ്കോർ ചെയ്തിരിക്കുന്നത്. ആത്മാർത്ഥമായി പഠിച്ചു, കഠിനാധ്വാനം ചെയ്തു, അല്ലേ, നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കും ചെയ്തു. ആൻഡ് ഫൈനലി ഡ്രീം കം ട്രൂ, തൻ്റെ ഡോക്ടർ എന്ന ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ശ്രീശാന്ത്. അപ്പോൾ നമുക്ക് ശ്രീശാന്തിനോടും ശ്രീശാന്തിൻ്റെ പേരൻസിനോടും ചോദിച്ചറിയാം എങ്ങനെയാണ് ഇവൻ്റെ ഒരു വിജയ യാത്രയിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പുകളും. ആൻഡ് ശ്രീശാന്ത് പറയും ശ്രീശാന്തിൻ്റെ ഒരു പഠന ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു വിജയത്തിലേക്ക് എത്താനെന്നുള്ളത്. ശ്രീശാന്ത്, ആദ്യമേ തന്നെ നമസ്കാരം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ അച്ചീവ്മെന്റ്സ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ശ്രീശാന്ത് നമ്മുടെ +1 +2 ബാച്ചിൽ ഇന്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു അല്ലേ? എവിടെയായിരുന്നു? ചവറയിലായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു +1 +2വിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ്? ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇന്റഗ്രേറ്റഡ് കോച്ചിങ്ങിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ +1 +2 കാലഘട്ടം കഴിയുമ്പോൾ തന്നെ നീറ്റിനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. അപ്പോൾ ആ ഒരു 2 വർഷത്തെ തയ്യാറെടുപ്പ് എത്രമാത്രം സ്വാധീനിച്ചു? നീറ്റിന്റെ നമ്മളെ തയ്യാറെടുപ്പിനെ കുറിച്ച് പറഞ്ഞാൽ +1 +2ന്റെ ഒപ്പം കൊണ്ടുവന്ന് ഭയങ്കര പാടാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കണം, കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ഈ ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ +2ന്റെ ഒപ്പം പഠിക്കുന്നതാണ് അതിൻ്റെതായ ഒരു ഗുണമുള്ളത്. കാരണം ബോർഡ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കും, അതിനൊപ്പം ഇതിൻ്റെ കൂടെ പഠിക്കും. അപ്പോൾ എൻട്രൻസിന് പഠിക്കും, അതിനൊപ്പം നമുക്ക് ബോർഡ് എക്സാമിനും പഠിച്ചു പോവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമുക്കത് അത്ര ഉപകാരമല്ലേ? തീർച്ചയായും. എൻ്റെ അഭിപ്രായത്തിൽ +2 അതിൻ്റെ ഒപ്പം പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ +1 +2 ഇപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും, പക്ഷേ +1 ഇപ്പോൾ ബോർഡ് എക്സാമിനും വളരെ യൂസ്ഫുൾ അല്ലേ? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ചേരുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോർഡ് എക്സാമിൽ എങ്ങനെയാണ് ബ്രില്യൻറ്റിൻ്റെ ആ ഒരു എൻട്രൻസ് കോച്ചിങ് യൂസ്ഫുൾ ആയിരുന്നത്? എന്താണ് ശ്രീശാന്തിന് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എൻട്രൻസ് ആണ് കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. ബോർഡ് എക്സാമിന് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം നമുക്ക് എൻട്രൻസ് ആണ് നമ്മുടെ ഒരു മെയിൻ എയിമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനൊപ്പം ബോർഡ് എക്സാം തന്നെ അതിൻ്റെ ഒപ്പം പോകും. നമ്മൾ വിചാരിക്കും രണ്ടും കൂടി ഭയങ്കര പാടായും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷെ എന്നാലും മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എൻട്രൻസിനൊപ്പം തന്നെ ഇതങ്ങ് പൊക്കോളും ബോർഡ് എക്സാമിന്. ഇപ്പോൾ ബോർഡ് എക്സാമിന് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ NCERT പഠിക്കണതാണ് നമുക്ക് നീറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ബോർഡ് എക്സാമിന് NCERT ആണ്. അപ്പോൾ അതിന് മൊത്തം ടോപ്പിക് ഇല്ലെങ്കിലും എന്താ പറയുക, നീറ്റിൻ്റെ ഫുൾ ടോപ്പിക്ക് നമുക്ക് ബോർഡ് എക്സാമിനില്ലല്ലോ. അപ്പം അങ്ങനെ അല്ലെങ്കിലും നമുക്ക് ഇത് ബോർഡ് എക്സാമിന് നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം ഫിസിക്സിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് CBSE നല്ല പാടായിരുന്നു എക്സാം. എന്നിട്ടും എനിക്ക് നീറ്റിന് എൻട്രൻസിന് വേണ്ടി പഠിച്ചുകൊണ്ട് ബോർഡ് എക്സാമിന് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനെ ക്രാക്ക് ചെയ്യാനും സാധിക്കും വിധം ഹെൽപ്ഫുൾ ആണ് എന്നാണ് ശ്രീശാന്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പേരൻസിനോടാണ് ചോദിക്കാനുള്ളത്. സാറിൻ്റെ പേര്, സാർ എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ KSFEയുടെ ഹെഡ് ഓഫീസിൽ ചീഫ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ഇപ്പോൾ ശ്രീശാന്ത്. ഈ ബ്രില്യൻറ്റിൻ്റെ ഈ കോച്ചിങ്ങിലൂടെയും പാല CMI പബ്ലിക് സ്കൂളിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്യും. ഒരു ഉന്നത വിജയം കരസ്ഥമാക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടിയെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ പല ടെസ്റ്റ് പേപ്പറിലൂടെയും പല പ്രാവശ്യം മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയും, പ്രത്യേകിച്ച് എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയേണ്ടത് ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സാണ്. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന കുട്ടികൾക്കും അതിലുപരി പേരൻസിന് നമ്മുടെ കുട്ടിയെ പാല ബ്രില്യൻറ്റിൽ വിട്ടു, അവനൊരു നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കി തരാൻ, അവരിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഈ പേരൻസുമായിട്ടും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെയേറെ പേരൻസ് എന്നുള്ളതിൽ ഞങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിലുപരി എൻ്റെ 2 കുട്ടികളും ഈ സ്ഥാപനത്തിൽ പഠിച്ച് MBBSന് അഡ്മിഷൻ കിട്ടിയതാണ്. സാറിൻ്റെ മൂത്ത കുട്ടി നേരത്തെ നമ്മുടെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയായിരുന്നു. നേരത്തെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ആൾ എന്ത് ചെയ്യുന്നു?
ആള് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS കംപ്ലീറ്റ് ചെയ്ത് ഈ വർഷം പൂർത്തിയാക്കി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുണ്ട്. ഇപ്പം ഇതിൽ പിന്നെ ഹൗസ് സർജൻസിയിലേക്ക് കടന്നിരിക്കുന്നു. ഓക്കെ സാർ, മൂത്ത ആളുടെ പേരെന്താണ്? മൂത്ത ആളുടെ പേര് ശ്രീറാം വി എന്നാണ്. ഇതേ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു. പാല CMI പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. സാറിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അതിനനുസരിച്ചും ഇവിടുത്തെ പ്രത്യേകിച്ച് നമുക്ക് ടീച്ചേഴ്സിനെ കുറിച്ച്, ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് വളരെ NCERT ഓറിയൻറ്റഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ എക്സാമിനോട് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന സെഷനാണേലും അതെ, ക്ലാസ് സെഷനാണേലും അതെ, എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് വഴി അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും അതിൽ കൂടി അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുകയും അതിന് സപ്പോർട്ടീവായിട്ട് ജോർജ് സാറിനെ പോലുള്ള മോട്ടിവേറ്റർ എന്നേ ഞാൻ അദ്ദേഹത്തെ സൂചിപ്പിക്കുള്ളൂ. അദ്ദേഹം ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബ്രില്യൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫെസിലിറ്റേറ്റർ റോളിൽ ഈ കുട്ടികൾക്ക് അവരുടെ ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റേറ്റർ റോളിലും ഒരു മോട്ടിവേറ്റഡ് റോളിലും അദ്ദേഹം കൊടുക്കുന്ന ക്ലാസ്സുകളും അദ്ദേഹം കൊടുക്കുന്ന അഡ്വൈസുകളും ഈ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഈ 2 കുട്ടികളുടെയും അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അതുതന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് വേറൊരു നമുക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല. ജോർജ് സാർ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇറ്റ് സെൽഫ്, ഇറ്റ്സ് എ ടീച്ചേഴ്സ് ഇറ്റ് സെൽഫ് ഈസ് എ ഒരു പ്രൊമോട്ടേഴ്സാണ്. അത് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നതിലുപരി ഒരു കുട്ടികൾക്ക് അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനുള്ള ഒരു കരിയർ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പാലാ ബ്രില്യൻറ്റിനെ കാണുന്നത്. ഇതര ഏജൻസി ഇതേപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപേക്ഷിച്ച് ബ്രില്യൻറ്റിൻ്റെ ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പഠിക്കുക എന്നുള്ള മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കൂടെ കിട്ടുക എന്നുള്ള മാത്രമല്ല, ഈ CBSE ഓറിയൻറ്റഡോ ICS ഓറിയൻറ്റഡ് ആയിട്ടോ സ്കൂൾ ലെവലിലോ പഠിച്ചു വന്ന കുട്ടികൾ ഇവിടെ വന്നു കഴിയുമ്പോൾ 14-15 മണിക്കൂറുകൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മെൻ്റൽ വറീസ് ഉണ്ടാകാതെ അവരെ ഒരു പ്രോപ്പർ മോട്ടിവേഷൻ കൊടുക്കുന്ന ഈ ജോർജ് സാറിൻ്റെ ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് അതൊരു വളരെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി പോലെയാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ പേരൻസ് എന്നുള്ള നിലയിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു എത്രയോ ഇതര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് അപ്പോൾ പലർക്കും അതൊരു മോട്ടിവേഷനാണ്. ഇനി വരുന്ന പല കുട്ടികൾക്കും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ചാൻസസ് കൂടെയാണ് ഇത് ഞാൻ കാണുന്നത്. എൻ്റെ സമയത്തോടെ വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ബ്രില്യൻ്റ് ഈ കഴിഞ്ഞ 5-6 വർഷത്തിനിടയ്ക്ക് എന്നെ സമയം കുടുംബത്തിൽ വളരെ സന്തോഷമുള്ള ജീവിത ഒരു പശ്ചാത്തലം ഉണ്ടാക്കാനും അവരുടെ ജീവിതത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സ്ഥാപനമാണ് അത് ബ്രില്യൻറ്റ്. ആ ബ്രില്യൻറ്റിനെ നമ്മൾ എത്രത്തോളം കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിനെ ഇന്ന് കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇനി വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതിനേക്കാൾ ഇച്ചിരി ബെറ്റർ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ, ഇച്ചിരി കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹവും ഈ ബ്രില്യൻറ്റിൻ്റെ ഒരു വളരെ പ്രയാണത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തികളും അതിലൊക്കെ ഉപരി ഈ ഇൻട്രാക്റ്റീവ് സെഷനിൽ കൂടാതെ ക്ലാസ്സുകളിൽ വരുന്ന ടീച്ചേഴ്സ് ഓരോ വിഷയത്തിനും എത്തുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നുള്ളതിലുപരി എങ്ങനെ ഇവരെ ഈ ഒരു നീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഓരോ റാങ്കും മുന്നിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് എത്രത്തോളം അവരുടെ സ്റ്റഡി പർപ്പസിൽ കാറ്റർ ചെയ്യാം, എത്രത്തോളം പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഒരു അവരുടെ പഠനത്തിൽ എത്രത്തോളം ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ് അറ്റ്മോസ്ഫിയർ, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സാം അപ്രോച്ച് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ ടീച്ചേഴ്സിനും ആസ് എ ഹോൾ ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ടീച്ചർ ഡയറക്ടർ എന്ന ബന്ധത്തിലുപരി ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പിള്ളേരുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മറ്റ് ഇത്തരം മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ ടെൻഷൻ ആണ്, കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടായി. ഇവരുടെ പഠിക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് എക്സാമിന് എൻ്റെ 2 കുട്ടികളുടെയും ആ പരീക്ഷയുടെ സമീപനം വെച്ച് നോക്കുമ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടി. അതിന് ബ്രില്യൻ്റാണ് ഒരു വലിയ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിന്നത്. അതിന് മുന്നോടി നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട എല്ലാവരെയും ഒരു വ്യക്തി എന്നതിലുപരി അഭിനന്ദിക്കേണ്ടത് ഒരു ആസ് എ പേരൻറ്റ് എൻ്റെ കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രത്തോളം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം, കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ലെവൽ ഉയർത്താനുള്ളൊരു അവസരം, പേരൻസ് കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ളൊരു അവസരം, അതിലൊക്കെ ഉപരി ഒരു ടെൻഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ
ഇത്രയും ക്രിയേറ്റ് ചെയ്യാൻ ഈ സ്ഥാപനത്തിൽ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇനിയും വളരെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളതാണ്. ഇത്തരം പ്രവൃത്തികൾ ഈ സ്റ്റഡി സെൻറ്ററിൽ വരുന്ന കുട്ടികൾക്ക് ഇനിയും പ്രയോജനപ്പെടട്ടെ, അതുവഴി ബ്രില്യൻ്റെ യശസ്തി വാനോളം ഉയരട്ടെ എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കാണുന്നത്. ഞങ്ങളുടെ ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചതും വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കാണുന്നത്. അതിനൊരു വേദി ഉണ്ടാക്കി തന്ന ജോർജ് സാറിനും എൻ്റെ സഹപ്രവർത്തകരോടും ആദ്യം ഞാൻ അതോടൊപ്പം നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വർക്ക്. താങ്ക് യു. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു? ഞാൻ KSFE അസിസ്റ്റന്റ് മാനേജറാണ് ചേർത്തലയിൽ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മകൻ്റെ ഒരു പഠനമൊക്കെ അമ്മ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെ രണ്ടുപേരും ബെർലിനിലെ കാലഘട്ടത്തിലൂടെ കടന്നു പോയി. ഇപ്പോൾ ഒരാള് ഹൗസ് സർജൻസി ചെയ്യുന്നു, നമ്മുടെ ശ്രീശാന്ത് ഫൈനലി നീറ്റ് ക്രാക്ക് ചെയ്ത് വിജയത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത് ബിയോണ്ട് ദി വേർഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ കണ്ടിട്ടുണ്ട് ഇവരുടെ ഒരു പഠന രീതിയെ കുറിച്ചൊക്കെ. അപ്പം ഒരു പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു സപ്പോർട്ടുണ്ട് അല്ലെ, ഒരു മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ വലിയൊരു ഘടകമാണ്. അപ്പൊ അതിലൊക്കെ അമ്മയും ഒക്കെ പേരൻസും ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ ഇങ്ങനെ ഇതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇവരുടെ ലാസ്റ്റ് എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് ഇവർ ശരിക്കും ആകെ ഡൗൺ ആയി പോകും. കാരണം അവർ പ്രതീക്ഷിക്കുന്ന റാങ്ക് വരില്ല. അങ്ങനെയൊക്കെ വെച്ചാൽ ടഫ് കോമ്പറ്റീഷൻ ആണല്ലോ. ഇപ്പം മൂത്താൾ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടഫ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം കുറച്ച് റാങ്ക് കുറഞ്ഞാലും ശരി, അത് സാരമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞ പോലെ ജോർജ് സാറിൻ്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കും അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ജോർജ് സാർ എല്ലാ ക്ലാസ്സസിലും പറയും, നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ ഇതാക്കി വിടരുത്, അവർ എത്രയായാലും കയറി വരും. സാറ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 500 ഉള്ളവൻ കയറി വരുമോ എന്ന് ചിന്തിക്കും. പക്ഷെ സാറ് തന്നെ പറയും അങ്ങനെ വന്ന കേസസ് ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് നമുക്ക് തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കുട്ടികളോട് പറയും, സാരമില്ല മോനെ, അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി നല്ല റാങ്ക് വാങ്ങിക്കാം. അങ്ങനെ രണ്ടുപേരും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അവരുടേതായ വർക്കിംഗ് ഇതുകൊണ്ട് ബ്രില്യൻറ്റിൻ്റെ ടീമിൻ്റെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജോർജ് സാറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഞങ്ങളുടെ എല്ലാ മീറ്റിംഗ്സ്, ഇപ്പം മൂത്താൾ പഠിക്കുമ്പോഴും സാറായിരുന്നു കോർഡിനേറ്റർ, രണ്ടാമത്തെ ആൾ പഠിക്കുമ്പോഴും അവിടുത്തെ കോർഡിനേറ്റർ സാറായതുകൊണ്ട് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ കൂടുതൽ മീറ്റിംഗ്സിലും കണ്ടിരിക്കുന്നത് സാറിനെയാണ്. സാറ് മീറ്റിങ്ങിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ഇന്ന് എന്തായാലും സാർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അത് കുട്ടികൾക്ക് സപ്പോർട്ടീവ് ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അതേപോലെ പിന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികളെ രണ്ടുപേരെയും, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെയും. പിന്നെ ബാക്കി എല്ലാം ടീച്ചേഴ്സ് കൈകാര്യം ചെയ്തോളൂല്ലോ. ശരിക്കും അവർക്ക് +2 എനിക്ക് തോന്നുന്നു ശരിക്കും ഫുള്ളായിട്ട് പഠിക്കേണ്ടി വരാറില്ല എന്ന് തോന്നുന്നു. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫുള്ളായിട്ടും അവർ ബ്രില്യൻ്റ് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് +2 വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷന് വേണ്ടി വരാറില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ കൂടെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെപ്പറേറ്റ് പഠിക്കേണ്ടി വരാറില്ല എന്നാണ് മോനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് പഠിത്തം ആവശ്യം വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങ് കയറി പോകുന്നുണ്ട്. നമുക്ക് സന്തോഷമാണ്. കാരണം രണ്ടുപേരും തീർച്ചയായിട്ടും ഞങ്ങൾ ശരിക്കും ജോർജ് സാറിനെ കണ്ടൊരു ശിവൻ സാറിനോടൊരു ഒപ്പീനിയൻ ചോദിക്കാൻ വന്നതാണ്. ഇപ്പം ജോർജ് സാറിനെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സാറിനോടൊരു ബഹുമാനവും അല്ല ഒരു എന്താ പറയുക ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. നമുക്കൊരു സാറ് നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. അത് നമുക്ക് രണ്ട് കുട്ടികളും അങ്ങനെ കയറി വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ശ്രീശാന്ത് നമ്മുടെ മോഡൽ എക്സാമുകളിലൂടെ ഒക്കെ കടന്നു പോയിട്ടിരുന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടായിരിക്കാം, ചിലപ്പം കാരണം ഈസി മീഡിയം ഹാർഡ് അങ്ങനെയാണ് നമ്മുടെ എക്സാമുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഗിവ് അപ്പ് ചെയ്യാതെ പൊരുതി ഇതാ ഇപ്പം നല്ലൊരു സ്കോർ കരസ്ഥമാക്കി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു മോഡൽ എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്തായിരിക്കും പറയാം? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സെപ്റ്റംബർ വരെയൊക്കെ ആകുമ്പോൾ എനിക്ക് അത്ര മാർക്കും റാങ്കും ഇല്ലായിരുന്നു. ഈ ക്ലാസ് അവർ നേരത്തെ തീർക്കും, പിള്ളേരുടെ അവർക്ക് നേരത്തെ തീർക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ മോഡൽ തുടങ്ങും. അപ്പോൾ ഈ മോഡലാണ് പിന്നെ മൊത്തവും എല്ലാ ആഴ്ചയും ഒരു 2 പ്രാവശ്യം 2 മോഡലെങ്കിലും മിനിമം ഉണ്ടാവും. അപ്പോൾ ഈ മോഡലിങ്ങനെ എഴുതി അപ്പോൾ ആദ്യമൊന്നും അങ്ങനെ വലുതായിട്ട് എനിക്ക് റാങ്കൊന്നും വരില്ലായിരുന്നു അവിടുത്തെ മോഡൽ. പിന്നെ പതുക്കെയാണ് ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ കടന്ന് പോയപ്പോഴാണ് എനിക്ക് പതുക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്. പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അവസാനം ഇങ്ങനെ യൂണിറ്റ് വൈസ് ആയിട്ട് മോഡലിടും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിന് ഇപ്പോൾ ഇത്രയും ടോപ്പിക്ക് അത് ഇടും, അതിന് അടുത്ത ടോപ്പിക്ക് ഇങ്ങനെ ഇത്തിരി സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് അങ്ങനെ ഇടുന്നു. അപ്പോൾ അതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് തോന്നിയത്. കാരണം അത് ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് കുറച്ചും കൂടി നല്ലപോലെ പഠിക്കാനുള്ള ഒരു സഹായം എന്നെ പേഴ്സണലി സഹായിച്ചു. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ അവർ ഈ മോഡലിനൊപ്പം ക്വസ്റ്റ്യൻ പേപ്പറും തന്നു തുടങ്ങി. അവരുടേതായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ വേറെ എക്സ്ട്രാ തരും. അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല, വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് കുറച്ചും കൂടി ഹാർഡർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്.
അപ്പോൾ അത് എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സാധിച്ചു. കാരണം ആ ഹാർഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചതിൻ്റെ ഒരു കാൽക്കുലേഷൻ സ്പീഡും ഒക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് നീറ്റിൽ ഭയങ്കര ഉപകാരപ്രദമായി തോന്നിയെന്ന് തോന്നുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നീറ്റ് എക്സാം ഹാളിൽ കയറിയപ്പോൾ ബ്രില്യൻറ്റിൽ കണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫെമിലിയർ ആയ ചോദ്യങ്ങളൊക്കെ കണ്ടിരുന്നു? അത് തന്നെ ബ്രില്യൻ്റ് പറഞ്ഞാൽ ആ മോഡലിൻ്റെ അതേ ടൈപ്പ് തന്നെയാണ് എനിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയത്. കൂടുതൽ ഹാർഡും അല്ല കൂടുതൽ ഈസിയും അല്ല, ഒരു മോഡറേറ്റ് ലെവൽ. മിക്ക മോഡൽ എക്സാം നമ്മൾ കാണുന്ന രീതി തന്നെ. അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ ബ്രില്യൻ്റിലെ എക്സാം ഒക്കെ എഴുതി നേടിയെടുത്ത അതേ കോൺഫിഡൻസോടുകൂടി തന്നെയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഒരു ഇത്തിരി ടെൻഷൻ ഫ്രീ ആവും. കാരണം നമ്മൾ ഇത് കണ്ട് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമ്മൾ കുറെ പ്രാവശ്യം എഴുതിയാണ്. അപ്പൊ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഒരു സ്കോർ? എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇത്രയും നല്ല കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളെല്ലാ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സബ്ജക്റ്റിലൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് എത്താറുള്ളത്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ശ്രീശാന്തൻ? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെ ബ്രില്യൻറ്റിൽ പഠിപ്പിച്ച എല്ലാ ടീച്ചറും വളരെ നല്ല ടീച്ചർമാരായിരുന്നു. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആണെങ്കിലും അവർ പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു ബയോളജി സാറ് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പുള്ളി പറഞ്ഞ ആ സാറ് പറഞ്ഞാണ് എനിക്കിപ്പോഴും പറഞ്ഞ ഒരു പുതിയ മെത്തേഡാണ് എനിക്ക് തോന്നിയത് ബയോളജിയിൽ. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബയോളജി ഒരു പേജിൻ്റെ സൈഡിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതി അത് ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ ബയോളജി ഒരു ചാപ്റ്ററിൻ്റെ വായിക്കുക, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ എഴുതുക. അങ്ങനെ ഓരോ പേജും വായിച്ച് അതിനനുസരിച്ച് സൈഡിൽ നമ്മൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് എഴുതി പഠിക്കുന്നത് ഭയങ്കര ഉപകാരപ്രദമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് ചെയ്തു തുടങ്ങിയാൽ ചിലപ്പോൾ തോന്നാം. അപ്പോൾ അങ്ങനെ പല സാധനങ്ങളും ബ്രില്യൻറ്റിലെ പല ഫാക്കൽറ്റീസും ടീച്ചർമാരും എനിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തു പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ക്ലാസ്സുകളൊക്കെ പറഞ്ഞാൽ ഫിസിക്സ് സാറൊക്കെ വളരെ നല്ല സാറുമാരാണ്. എനിക്ക് അവരെക്കുറിച്ചെല്ലാം വളരെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഡൗട്ടുള്ള അപ്പം തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് തരും. നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് തോന്നില്ല. അത്ര നല്ല ക്ലാസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരെ ഡൗട്ട് നമ്മൾ അത് ഹോസ്റ്റലിൽ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും ഇത്തിരി പാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ഡൗട്ട് വന്നാൽ നമുക്ക് അപ്പം തന്നെ വിളിച്ച് ചോദിക്കാം. അപ്പം തന്നെ അവരതിനുള്ള സൗകര്യം ഒരുക്കി തരും. അത് കുറേ കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ സമയം വരെ അവർക്ക് ഡൗട്ട് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ വളരെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൂത്ത ആള് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അനിയൻ ശ്രീശാന്ത് എന്തെങ്കിലുമൊക്കെ ഫൈനൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ? മൈൻഡിലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ഈ ഇതിൽ അലോട്ട്മെൻ്റ് ഒരു ഫാക്ടർ ആണല്ലോ, ഓപ്പൺ കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അലോട്ട്മെൻ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ നമ്മുടെ ശിവൻ സാറിൻ്റെ ആ മോട്ടിവേഷൻ ക്ലാസ്, ശിവൻ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തോന്നുന്നു നല്ലൊരു മെഡിക്കൽ കോളേജിൽ തമിഴ്നാട്ടിലെയോ കേരളത്തിലെയാണ് നമ്മൾ ബെറ്റർ ചൂസ് ചെയ്യുന്നത്. ആലപ്പുഴ മൂത്തയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ആലപ്പുഴയോ തൃശ്ശൂരോ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ, ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടീഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കിട്ടുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെ വർഷത്തെയൊക്കെ റാങ്കിങ് പാറ്റേൺ വെച്ച് നോക്കുമ്പോഴും അലോട്ട്മെൻറ്റ് പാറ്റേൺ നോക്കുമ്പോഴും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കോട്ടയിലോ സ്റ്റേറ്റ് കോട്ടയിലോ എൻ്റെ മോന് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അത് തന്നെ ഇത് ഒരു വലിയ ഭാഗ്യമല്ലേ. കാരണം ഒരു പിന്നെ കുട്ടിയെ സമയത്തോളം ഒരു അഡ്മിഷൻ ഏതിനും ഒരു പിന്നെ ശുഭാപ്തി പര്യവസാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പം ഇത്രയും നാൾ നന്നായി വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിനനുസരിച്ച് ഒരു റിസൾട്ട് എന്നുള്ളതിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് മുമ്പേ ജോർജ് സാറ് പലപ്പോഴും സൂചിപ്പിച്ചിരിക്കുന്നവരെ പോലെ പിന്നെ ഒരു കുട്ടിയെ സമയത്തുള്ള അവൻ്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഒരു പ്ലസ് മുമ്പ് നമുക്ക് ഉള്ള പാറ്റേണിൽ നിന്നുള്ള പഠിത്തവും ആ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ന്യൂ ജനറേഷനിൽ വരുന്ന കുട്ടികൾക്ക് ആ രീതിയിലൊരു പഠന ഭൗതിക സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ഇതിലൊരു മെറിറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇനിയുള്ള തുടർന്നുള്ള ഇതിന് ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗവൺമെൻറ് പിന്നെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കിട്ടും, അതിൽ നമുക്ക് സംശയമില്ല. അതിന് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഈ വേദി ഉണ്ടാക്കി തന്നത് പ്രത്യേകിച്ചും ഈ നമുക്ക് എടുത്തു പറയേണ്ടത് പാലാ ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ എൻ്റെ കുട്ടിക്ക് കൂടെ അതിനകത്തൊരു മൈൽ സ്റ്റോണായിട്ട് രണ്ട് കുട്ടികൾക്ക് ഒരു മൈൽ സ്റ്റോൺ ആകാൻ സാധിച്ചു എന്നുള്ളത് ഒരു പേരൻ്റ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ മുഹൂർത്തം എന്ന് പറയുന്നത്.
അതിന് അത്യാവശ്യം പറഞ്ഞാൽ നന്ദി വാക്കുകൾക്ക് അതീതമാണ്. അത് നമ്മുടെ ഇനിയുള്ള ഞങ്ങൾ ഓരോരുത്തരും ഈ ബ്രില്യൻറ്റിനെ സമയത്തോളം ഒരു മൗത്ത് പ്രൊപ്പഗേറ്ററായിട്ടും തന്നെ ഇത് കൊടുക്കും. കാരണം ഈ സ്ഥാപനം ഇത് വാനോളം വളർന്ന് ഈ സമൂഹത്തിൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളാണ്. അതെടുത്ത് പറയണം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട കുട്ടിക്ക് ഒരു ഗവൺമെൻറ്, ഞങ്ങൾ രണ്ടുപേരും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു കുട്ടിക്ക് മെറിറ്റിൽ കിട്ടുക എന്ന് പറയുന്നത്, അത് ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് മെറിറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് മറ്റ് ഒരു സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിനെ അപേക്ഷിച്ച് വളരെ സന്തോഷമുള്ള കാരണം ഫീസ് ഗവൺമെൻറ് ഫീസിൽ പഠിക്കാൻ സാധിക്കുക. അതിലുപരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം കിട്ടുന്ന വേറെ നിമിഷങ്ങളില്ല. അപ്പോൾ അത്രയും നല്ലൊരു ഭൗതിക സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ പാലാ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങാണ്. ഇത്തരം കോച്ചിങ്ങിൽ വരുന്ന എല്ലാ കുട്ടികളോടും എനിക്കും അവരുടെ പേരൻസിനോടും പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും പാലാ ബ്രില്യൻറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളെയും പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള, ഇനി വരുന്ന തലമുറയ്ക്ക് പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഉത്തരവാദിത്തം കുട്ടികളോടൊപ്പം പേരൻസും എടുക്കണം. അതിന് റെഡി ആയിട്ട് ഇവിടെ ജോർജ് സാറും ടീമും പാലായിലുണ്ടാകും. അവരുടെ കൂടെ നമുക്കും ഒരു മെയ്യോട് മെയ് നീർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ആദ്യത്തെ പടിയായിട്ട് പാലാ ബ്രില്യൻറ്റിൽ എത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ്. ഒരു എളിയ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എളിയ ഒരു കുട്ടിയുടെ എളിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം അത്തരം ഒരു സാഹചര്യം എന്നെ സംബന്ധിച്ചോളം, എന്നെ കുടുംബത്തെ സംബന്ധിച്ചോളം ഉണ്ടാക്കി തന്ന പാലാ ബ്രില്യൻറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം വാനോളം വളരട്ടെ എന്ന് പല പ്രാവശ്യം എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഇതിൻ്റെ ശാഖകൾ തുടർന്നും മറ്റ് ജില്ലകളിലേക്ക് ഇപ്പം നിൽക്കുന്നത് കുറേ പരിമിതികളുണ്ട്. തുടർന്നും വളർന്ന് വന്തലിച്ച് കേരളം മുഴുവൻ നിൽക്കുന്ന ഒരു വൻ വടവൃക്ഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അമ്മ ശ്രീശാന്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ കാലയളവിലൂടെ ബ്രില്യൻറ്റിലെ പഠനം പൂർത്തിയാക്കിയ ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് മേഖലയിൽ ആൾക്കിപ്പോൾ പരിചിതമാണ്. ഇപ്പോൾ സബ്ജക്റ്റിലൊക്കെ വെൽ നോളജ് ഉള്ള ഒരാളാണ് എന്ന് ഇപ്പോൾ അച്ഛനൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് എന്താണ് പറയുന്നത്? ആളുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ, ആള് ചെറുപ്പത്തിലെ തൊട്ട് തന്നെ റീഡിങ് ഹാബിറ്റ് നല്ലപോലെയുള്ള ഒരാൾ. എന്നുവെച്ചാൽ കുഞ്ഞിലെ തൊട്ട് രണ്ടുപേരും കൂടുതലും ഈ ബർത്ത്ഡേസ് ഒക്കെ വന്ന ഒരു ഡ്രസ്സസ് അല്ല ചോദിച്ചുകൊണ്ടിരുന്ന, നോവൽസോ അങ്ങനെ. എന്നുവെച്ചാൽ പൊതുവെ ബുക്സിനോടാണ് അവർക്ക് കൂടുതൽ ഇതുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ള ആക്ടിവിറ്റീസിനൊന്നും പോകുന്നില്ല എന്നല്ല, അതിലും അതായത് നല്ലപോലെ ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും നല്ലപോലെ ആക്റ്റീവാണ്. സ്റ്റഡീസ് മാത്രം ഓറിയന്റഡ് ആയിരുന്നില്ല, കുറച്ചുകൂടെ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ബുക്സ് പ്രത്യേകിച്ചും ശ്രീശാന്ത് ആണെങ്കിൽ ഈ പേപ്പേഴ്സ് നല്ലപോലെ വായിക്കുമായിരുന്നു. അപ്പോൾ പൊതുവെ ഒരു ജനറൽ നോളജ് വൈസ് ആ സൈഡിലേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരുന്നു എപ്പോഴും. ഇങ്ങനെ അത് ഇപ്പം ഇവിടെ വന്നിട്ടാണെങ്കിൽ, ഇപ്പോൾ ചാവറ വന്നിട്ടാണെങ്കിൽ പോലും പേപ്പർ കിട്ടിയാൽ അവൻ ഇപ്പോഴും അതിൽ കയറിയിരുന്ന് വായിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഇത് മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടി വന്നു, ആ കുട്ടിക്ക് MBBS മാത്രമേ കിട്ടിയില്ല, എല്ലാവർക്കും കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പോൾ അങ്ങനെ അത്രയും മാത്രം സീറ്റുകൾ നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ ഇല്ല. പക്ഷെ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഓരോ ദിവസവും അവർ ഓരോ ഇൻഫർമേഷൻസ് നമുക്ക് ഇട്ട് തരും. അതായത് ഇന്ന് ഒരു ദിവസം CUT-യുടെ ഇതാണെങ്കിൽ അടുത്ത ദിവസം ഇതിൻ്റെ JEE കാര്യങ്ങളായിരിക്കും. അങ്ങനെ ദിവസവും നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഇവർക്ക് അഡ്മിഷൻസ് ഒക്കെ ആവുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് കണ്ടിരുന്നു IIT-യിൽ ഒരു മെഡിക്കൽ പ്ലസ് എൻജിനീയറിംഗ് ഇത് ചെയ്യുന്ന രീതിയിലൊരു കോഴ്സിൻ്റെ ഇട്ടിരുന്നു. അത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ത്യയിൽ തന്നെ. അങ്ങനെ കണ്ടിരുന്നു, ചെന്നൈ IIT-യിൽ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾക്കിപ്പോൾ ഒരു നോർമൽ, ഇപ്പം ഞങ്ങളെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് ഇത് ജസ്റ്റ് ചെന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത്, ഇപ്പോൾ ടോപ്പ് പോകുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ അതൊക്കെ നമുക്ക് ബ്രില്യൻറ്റിലൂടെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികളെ ഇന്നടത്തേക്കൊക്കെ വിടാൻ പറ്റും, ഇങ്ങനെയൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മെഡിസിൻ തന്നെ വേണമെന്നില്ല, ഇന്ന പോലെ ഡൈവേർട്ട് ചെയ്താലും നമ്മൾ കുട്ടികൾക്കൊരു നല്ല ഭാവി ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അതൊക്കെ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടി എന്നതുകൊണ്ട് മാത്രം ഒരു ഇതാവുന്നില്ല. എത്രയോ കുട്ടികൾക്ക് കിട്ടാൻ ഭാഗ്യക്കേട് കൊണ്ടെന്ന് അല്ലെങ്കിൽ
പ്രിപ്പറേഷൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാ കുട്ടികളും നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. ഒരാൾ പോലും ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ വരുന്ന കുട്ടികൾക്ക് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാതെ അവർക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അവർ ഹാർഡ് വർക്ക് ചെയ്താലും കിട്ടിയില്ല എന്നതുകൊണ്ട് അവർക്കൊരു ഇത് വരാതിരിക്കാൻ എത്രയോ കോഴ്സുകൾ, എത്രയോ കോഴ്സുകളുടെയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഗ്രൂപ്പിൽ ഇട്ട് തരും. ഇന്നതിനൊക്കെ എക്സാം ഉണ്ട്, അത് ആ എക്സാംസിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ റിസൾട്ട്സ്, അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം അപ്പോൾ നമുക്ക് തരുന്നത് കൊണ്ട് നമുക്ക് ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ജസ്റ്റ് പുറത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പം അതിന് ബ്രില്യൻറ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഇവിടെ ചോദിച്ചാലും നമുക്കത് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട് ഇതെല്ലാം. ഇന്നതാണ് നടക്കുന്നത്, ഇന്ന അഡ്മിഷൻസ് ഉണ്ട്. ഏത് അഡ്മിഷൻ വന്നാലും എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഈ കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന അഡ്മിഷൻ ആണെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. നമ്മൾ എല്ലാ രീതിയിലും, ഞാൻ പറഞ്ഞ ഒരു രീതിയിലുള്ള അഡ്മിഷൻ എന്നല്ല, ഇപ്പോൾ CUET വഴി എത്രയോ കുട്ടികൾക്ക് ഇപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ നമുക്ക് CUET-നെ കുറിച്ചൊന്നും വലിയ ഐഡിയ, കുറച്ച് പേർക്കൊക്കെ ധാരണ ഉണ്ടാവുമായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പോലെയുള്ള ഫാമിലീസിനൊന്നും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഏതാണെന്ന് തിരക്കാൻ നമുക്കൊരു റൈറ്റ് നോളജ് കിട്ടാൻ ഒരു ബ്രില്യൻറ്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഒരാൾക്കൊരു ഓപ്പർച്യൂണിറ്റി വേറെയും പോകാൻ പറ്റും എന്ന്, അതായത് മെഡിസിൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കൊണ്ടോ തീരുന്നില്ല, അല്ലാതെയും കഴിവുള്ള കുട്ടികൾക്ക് പോകാനുള്ള സ്കോപ്പുള്ള ഫീൽഡുകൾ ഇഷ്ടംപോലെ ബ്രില്യൻറ്റ് കാണിച്ചു തരുന്നുണ്ട്. അതെനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേരൻസും അതുപോലെ തന്നെ ശ്രീശാന്തും പിന്നെ ശ്രീശാന്തിൻ്റെ സഹോദരനും ഇവിടെ ഇല്ല, ഇവരെല്ലാവരും വളരെ താങ്ക്ഫുള്ളാണ് ബ്രില്യൻറ്റിനോട്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ബ്രില്യൻറ്റ് ടീം എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു വാക്കുകളിലുടനീളം അവർ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ശരിക്കും നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക, അത്ര സന്തോഷം തോന്നുന്നു അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന തരത്തിലാണ് ഈ അച്ഛനും അമ്മയും ഒക്കെ ആ കാര്യങ്ങൾ പറഞ്ഞത്. അവരുടെ രണ്ട് മക്കളെയും വിജയത്തിലേക്ക് എത്തിക്കാൻ ബ്രില്യൻറ്റ് ടീം ഒപ്പം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അല്ലേ സർ? അപ്പോൾ ഇനിയും നമ്മുടെ ശ്രീശാന്ത് ആഗ്രഹിച്ച പോലെ തന്നെ ശ്രീശാന്തിന് നല്ലൊരു സ്കോർ ഇപ്പോൾ കിട്ടി. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീശാന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവിധ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് എല്ലാവിധ ആശംസകളും ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ സാധിക്കട്ടെ, ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കട്ടെ, സമൂഹത്തിന് സേവനം അനുഷ്ഠിക്കുന്ന ഒരു നല്ല ഡോക്ടറായി അല്ലേ സമൂഹത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.